എന്താ അമ്മേ, അമ്മ സത്യ സ്കൂളിൽ വിട്ടിട്ടല്ലേ വന്നേ? ആ സ്കൂളിൽ വിട്ടു. അവര് പറയുന്നത് സത്യ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നാ. അതെങ്ങനെ? ഞാൻ സത്യ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിലും കയറിയിട്ടാ വരുന്നത്. സ്കൂളുകാരെന്താ ഈ പറയുന്നേ? മോളെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരൊന്നിനും ഒരു ഉറപ്പില്ലാത്ത പോലെയാ സംസാരിക്കുന്നേ. ഈശ്വര, സ്കൂളിൽ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ. അതെങ്ങനെ? ഏയ്, പാനിക് ആവാനൊന്നുമില്ല. ഇപ്പോഴത്തെ പല സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാ. അവർക്കൊന്നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. ഏട്ടന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് എത്ര തവണ ഇതുപോലത്തെ കോൾ വന്നിട്ടുണ്ടെന്നറിയോ? നമ്മൾ തല്ലിപ്പിടച്ച് അവിടെ ഓടി എത്തുമ്പോഴേക്കും അവര് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടാവും. സോറി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്നൊക്കെ ഒരു എക്സ്ക്യൂസ്. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ, റിലാക്സ് ശാലിനി, ജസ്റ്റ് റിലാക്സ്. മോളെ, എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മേ, ഞാനും വരാം. വേണ്ടടി, മോൻ പറഞ്ഞതുപോലെ അതിനുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറെ കാലം കൂടി കാണുന്നതല്ലേ, നിങ്ങൾ സംസാരിക്കേ. ഞാൻ എന്തായാലും അവിടം വരെ പോയിന്ന് വിവരം തിരക്കിയിട്ട് വരാം. നീ നിൽക്കേ. ഒന്നുമില്ലടോ, താനിവിടെ ഇരിക്കേ. ഒന്ന് ഇരിക്കടോ. ഒന്നുമില്ലടോ. ശാരദാമ്മ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും അവര്. നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവും. അല്ല, ശാരദാമ്മ ചെല്ലുമ്പോ സത്യ അവര് കൂടെ അയക്കോ? അറിയില്ല. അയച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണായിരുന്നു. എത്ര നാളായി കക്ഷിയൊന്ന് കണ്ടിട്ട്. കുറച്ചു നേരം ആയാലോ നടക്കാൻ തുടങ്ങിയിട്ട്. ബസ് സ്റ്റോപ്പ് അടുത്താണെന്ന് നീയല്ലേ പറഞ്ഞത്? ആ, അടുത്താണേ. ഞാൻ കാറിൽ വരുമ്പോ കണ്ടിട്ടുള്ളതാ. കാറിൽ വരുമ്പോ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. പക്ഷെ നടക്കുമ്പോ കൊറേ ദൂരം നടക്കേണ്ടി വരും. അതെന്താ അങ്ങനെ? കാറ് ഷുക്കെന്ന് പറഞ്ഞങ്ങ് പോയില്ലേ? അതുപോലെയാണോ സത്യെ നമ്മളെ കുട്ടികള്? നടന്നാലും നടന്നാലും തീരൂല. അത് നമ്മുടെ ചെറിയ കാലല്ലേ. ആ, അതാ. വേഗം വേഗം നടന്നോ. ഞാൻ മടുത്തു കേട്ടോ. എനിക്ക് ചേച്ചിയമ്മയെ കാണണം. ആ, അത് വേണം, കാണണം. എന്നാലേ ഉത്സാഹിച്ച് നടക്കണം. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തണം. ആ, വേഗം വാ. നമ്മുടെ വസന്തകുഞ്ചിലെ വീടിനരികെ ഒരു ബംഗാളി ഫാമിലി ഉണ്ടായിരുന്നത് ശാലിനി ഓർക്കുന്നില്ലേ? ഒരു ചാറ്റർജി കുടുംബം. ശാലിനി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ശാലിനി? ദേവട്ടൻ എന്താ ചോദിച്ച? എടോ, ഇയാള് സത്യയുടെ കാര്യം ആലോചിച്ചാണോ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നേ? ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോൾ അവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും, സ്കൂളുകാരുടെ കണ്ണിപ്പെടാതെ. നമുക്ക് എങ്ങോട്ടാ സത്യ പോവേണ്ടത്? പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് ചെയ്തു കൊടുക്ക്. സാറിന് അറിയാലോ, അങ്ങ് മീൻപാറ വരെ പോണ്ടേ സാറേ? ഒരുപാട് ദൂരമില്ല സാറേ. എന്താ സത്യ, എങ്ങോട്ടാ പോണ്ടേന്ന് നിനക്കറിയില്ലേ? അറിയാന്നേ, ഞാൻ ആലോചിച്ചു നോക്കിയതല്ലേ. എന്നിട്ട് കിട്ടിയോ? വിജയങ്ങളുടെ വീട് മീൻപാറയിലാ. അപ്പൊ അങ്ങോട്ടേക്കുള്ള ബസ്സിൽ നമ്മൾ കയറണം. നീ തന്നെ ബസ് കണ്ടുപിടിച്ചോണം.
ഞാൻ നീ പറയുന്ന ബസ്സിൽ കയറിക്കോളാം. അങ്കിളെ, മീൻപാറയിലേക്കുള്ള ബസ്. ഇപ്പൊ വരും. അതാ ബസ് സ്റ്റോപ്പ്. വേഗം വാ, അല്ലെങ്കിൽ ഈ വെയിലത്ത് നമ്മൾ കരിഞ്ഞു. നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. വെള്ളവും ഫുഡും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ കുടിച്ച് തീർക്കണ്ട. എന്തോരം ദൂരം പോണോ നമുക്ക് അറിയത്തില്ലല്ലോ. അത് ശരിയാ. കൊണ്ടുവന്നേക്കെ തീർത്താലേ നമുക്ക് പിന്നെ വാങ്ങാൻ പൈസ വേണ്ടേ? പൈസയൊക്കെ ഉണ്ട്, ഞാനെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാലോ. അയ്യോ, അത് പറ്റില്ല. ബസ്സിൽ പോവാൻ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എടുത്ത് ചെലവാക്കിയിട്ട് തികഞ്ഞില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. അതാ പറഞ്ഞത്. രോഹിതേ, രോഹിതേ, ശ്യാമേ, ശ്യാമേ, എവിടെ പോയി കിടക്ക നിങ്ങൾ രണ്ടാളും? രോഹിതേ, വിളിച്ചോ സത്യമേ? നീയാണോടി എന്റെ മകനും മരുമകളും? രോഹിതേ, അടുക്കളയിൽ ഇരിക്കേണ്ട ഞാൻ ഓടി വന്ന് വെറുതെ വായിലിരിക്കുന്നത് കേട്ടു. ഒരു ആവശ്യത്തിന് വിളിച്ച് ഒരെണ്ണം കേക്കില്ല. രോഹിതേ, സത്യമ്മ വിളിച്ചോ? എത്ര പ്രാവശ്യം വിളിക്കുന്നു? ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ സത്യമ്മേ? ചെവി കേൾക്കാത്ത കുറെ ആൾക്കാരാണല്ലോ ഇവിടെ ഉള്ളത്. അതെ, നീ ഉദ്ദേശിച്ച എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ഭാമേ. മനഃപൂർവ്വം ഞാൻ നിന്റെ നേരെയുള്ള ചെവി അടച്ചു വെച്ചേക്കാൻ കൂട്ടിയാ മതി. ഒരാവശ്യം വന്നാൽ ഞാൻ ആരെ വിളിക്കേണ്ടത്? ആരോടാ പറയേണ്ടത്? നീ എവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്താ കാര്യം? എന്താ? പപ്പയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. മോള് സ്കൂളിൽ ചെന്നിട്ടില്ലെന്ന്. അവളിതിപ്പോ എവിടെ പോയി? ഇനിയിപ്പോ ട്യൂഷനോ സംഗീത ക്ലാസ്സോ വല്ലതും ഉണ്ടോ? ഇല്ല. രോഹിതേ, സ്കൂളിലേക്ക് തന്നെയല്ലേ പോയത്? അതെന്ത് ചോദ്യം ശ്യാമേ? സ്കൂളിൽ ഞാനല്ലേ കൊണ്ടുവിട്ടത്. പിന്നെ ഇവളിത് എവിടെ പോയി? എന്റെ ഈശ്വര, എന്റെ പപ്പയും മോള്. നീ എന്തിനാ ഭാമേ വലിയ വിഷമവും സങ്കടമൊക്കെ അഭിനയിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അഭിനയിക്കുന്നെന്തോ? ഞാനോ? എന്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ വിഷമിക്കുന്നത് ഞാൻ അഭിനയിക്കുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മനസ്സിൽ സ്നേഹവും അലുവും ഒക്കെ ഉള്ളവർക്ക് വിഷമവും സങ്കടമൊക്കെ വരും. നിനക്കതൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ അമ്മ, നീ ആയിരുന്നു ഭാബയെ സൂക്ഷിക്കേണ്ടിരുന്നത്. ആ കുഞ്ഞോട് സംസാരിക്കുമ്പോ അറിവില്ലാത്ത പ്രായമാ, പലതും ചെയ്തൊന്നും വരും. ഉടനെ അതെടുത്ത് തലനാരിഴ കീറാനും കുത്തി നോവിക്കാനും ഒക്കെ എന്ത് ഉത്സാഹമായിരുന്നു നിനക്ക്. അപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ ഇതുപോലെ എന്തെങ്കിലും ഒരു അശുഭ വാർത്ത. അച്ഛ മതിയച്ഛ, ഇപ്പൊ തർക്കിക്കാൻ പറ്റിയ സമയമില്ലല്ലോ. പിന്നെ ഞാൻ എന്തോടാ പറയണ്ടേ? ഈശ്വര, അവളിത് എവിടെ പോയി? മോളെ, നീ വിഷമിക്കണ്ട. മക്കളെ, പെട്ടെന്ന് പോയി അന്വേഷിക്കേ. ഓ രോഹിതേ, പോടാ. നീ കൂടെ ചെല്ല്. ദേ, അവരെന്നോണ്ടാ ഞാനൊരു കാര്യം പറയാഞ്ഞത്.
ദേ പപ്പിമോളുടെ അച്ഛനും അമ്മയാ തീ പിടിച്ച് വല ഓടിപ്പോയിരിക്കുന്നത്. അതിന് ഒരേ ഒരു കാരണക്കാരി നീ മാത്രമാ ഭാവേ. മക്കളുടെ മേൽ ഏറ്റവും കൂടുതൽ അവകാശമേ മാതാപിതാക്കൾക്കാ. ശ്യാമയും രോഹിത്തും പപ്പിമോളുടെ മേൽ അവരെക്കാൾ അധികാരവും അവകാശവും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതേ അവരുടെ ഒരു വിശ്വാസം കൊണ്ടാ. അവരെക്കാൾ നീ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുള്ള വിശ്വാസം കൊണ്ട്. ഞാനാ സ്നേഹിക്കുന്നത്. ഈ ലോകത്ത് എല്ലാരെക്കാൾ പപ്പിമോളെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാ. ഇന്നലെ വരെ ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നതേ. പക്ഷേ ഇന്ന് മനസ്സ് വേദനിച്ച് ആ കുഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളെന്ന്. നിന്റെ ശാഠ്യങ്ങളോടും പിടിവാശികളോടും മാത്രമാ. അതെ, നിന്റെ ദുരഭിമാനം ചിന്തുകൊണ്ട് മാത്രമാ. മറ്റാരെ നീ സ്നേഹിക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ പപ്പിമോളുടെ കണ്ണു നിറയില്ലായിരുന്നു, മനസ്സ് വിഷമിക്കില്ലായിരുന്നു. ഇവിടെ കേട്ടോടോ, അവളോട് ഇരിക്കട്ടെ. വേഗം വാ. ഇവിടെ നിൽക്കാം പപ്പി. ഇതാ ബസ് സ്റ്റോപ്പ്. നമ്മളിവിടുന്ന് ബസ് കയറി പോവാണോ? സ്കൂൾ വിടുന്ന സമയമാകുമ്പോ വരുമല്ലോ അല്ലേ? വരുമെന്നേ, പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ വരും. മീൻപാറ 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 വന്നല്ലോ മിസ്. മീൻപാറയല്ലേ സത്യ? വാ കേറാം. ആ മീൻപാറയ്ക്കുള്ളവരൊക്കെ കയറിയേ, വേഗമോ വേഗമോ. മീൻപാറ 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 കയറിക്കോ കയറിക്കോ. ആ വാ വാ കേറ കേറ. വാ പപ്പി, ഇവിടെ ഇരിക്കേ. മീൻപാറയ്ക്ക് ആളുണ്ടോ? ഒരാളുകൂടെ ഉണ്ടേ മീൻപാറയ്ക്ക്. ഒന്ന് വേഗം വാ ചേട്ടാ. ആ വരുവാന്നേ. വണ്ടി എടുക്കല്ലേ, ഒരാളൂടെ ഉണ്ട്. മീൻപാറ 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 ഒന്ന് പെട്ടെന്ന് കേറേട്ടാ. അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റില്ല മോനെ, ഒരു കാല് വയ്യാത്ത ആളാ. ഒന്ന് പെട്ടെന്ന് കേറേട്ടാ. ആ ഇതൊക്കെയായിരുന്നു. നോക്ക് സത്യ, പാവല്ലേ? പോവാത്തിടുക്കായോ മോനെ? ഒരുപാടങ്ങ് തിരക്കടിക്കണ്ട, ജീവിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അംഗപരിമിതിയുള്ള ആളാ സാറേ, അങ്ങോട്ടൊന്ന് ഇരിക്കാവോ? ശരി, ഇരുന്നു. ആ ശരി. ആ പോവാ. അപ്പോ റൈറ്റ്.
ഡാഡി. സത്യമായും അവരെങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല മാഡം. കണ്ടില്ലെന്നോ? ആ പിന്നെന്തിനാണോ തന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്? ആ. വാങ്ങിക്കുന്ന ശമ്പളത്തോടെ ഒരല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചൂടെ? സോറി മാഡം. താൻ്റെ ഒരു സോറി. കാണാതായ കുട്ടികൾ ആരുടെയൊക്കെ മക്കളാണെന്ന് തനിക്കറിയോ? ആ പത്മിനിയുടെ വീട്ടുകാരുടെ സ്വാധീനം മാത്രം മതി ഈ സ്കൂളിരിക്കുന്ന സ്ഥലം മുഴുവൻ ഉരുളെടുത്തു പോകാൻ. ആ, പറഞ്ഞു തീർന്നില്ല. 100 ആയുസാ. പപ്പിയുടെ മേഡം അത് ഞാൻ വിളിച്ചറിയിച്ചിരുന്നല്ലോ കുട്ടിയെ. കാണാനില്ലെന്നല്ലേ? അത് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങളുടെ പിഴവല്ല മിസ്റ്റർ രോഹിത്. പിന്നെ ഞങ്ങളുടെ പിഴവാണെന്നോ? സർ പ്ലീസ്, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കാൻ തയ്യാറാവണം. സർ, പത്മിനിയെ മാത്രമല്ല, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന സത്യ എന്ന പെൺകുട്ടിയും കൂടി ഒപ്പം കാണാതായിട്ടുണ്ട്. പപ്പിമോളെ കാണാതായോ? ശാലിനിയുടെ 2 മക്കളെ ഒരുമിച്ച് കാണാതായി. എത്രയും പെട്ടെന്ന് അവളെ വിവരം അറിയിക്കണം. മിസ് എന്താ ഈ പറയുന്നേ? സത്യം പപ്പിയും ഒരുമിച്ച് കാണാതായെന്നോ? പ്ലീസ്, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാണ്. അതിനാദ്യം സംഭവിച്ചത് എന്താണെന്ന് അറിയണം. ഒരല്പം ക്ഷമ കാണിച്ച സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം. അമ്മേ, മോളെ എന്തായി അമ്മേ? സത്യ സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല, സത്യമോൾ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? അമ്മ എന്താ ഈ പറയുന്നേ? എടി അമ്മേ, അമ്മയല്ലേ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടത്? ആ, ഞാൻ തന്നെയാ കൊണ്ടുവിട്ടത്. പക്ഷെ സത്യ സ്കൂളിൽ ഇല്ലെന്ന് അവര് പറയുന്നത്. അമ്മ, അമ്മ സ്കൂളുകാരോട് ചോദിച്ചില്ലേ എന്താ അവിടെ നടക്കുന്നെന്ന്? ഞാൻ അവരോട് സംസാരിച്ചില്ല മോളെ. സംസാരിച്ചില്ലെന്നോ? പിന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട് മോളെ. സത്യം മാത്രമല്ല കാണാതായത്, പിന്നെ പപ്പിയും കാണാനില്ല. പപ്പിയെയോ? അതെ, 2 ആളും ചേർന്ന് എവിടേക്ക് പോയെന്നാ ഇപ്പൊ സ്കൂളുകാരുടെ സംശയം. അമ്മേ, ഇങ്ങോട്ട് പോയെന്നാ? അതൊന്നും എനിക്കറിയില്ല. അവരിതേ വിഷ്ണുവിനോടും ശ്യാമയോടും രോഹിത്തിനോടും ഒക്കെ പറയുന്ന കേട്ടതാ. അപ്പൊ വിഷ്ണുവേട്ടനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? സത്യയെ കാണാതായ വിവരം നമ്മളെ അറിയിച്ചതുപോലെ പപ്പി മോളെ കാണാതായ വിവരം സ്കൂളുകാർ സത്യമ്മയുടെ വീട്ടിലും അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കുഴപ്പം അവിടെ ഒന്നും അല്ല.
പപ്പിമോളെ കാണാതായ വിവരം അറിഞ്ഞ് ആകെ കത്തിപ്പൊകഞ്ഞ് നിൽക്കുക രോഹിത്ത്. അതിന്റെ മൊത്തം ഉത്തരവാദിത്വം നമ്മുടെ സത്യമോളുടെ ചുമലില കെട്ടിവെച്ചിരിക്കുന്നത്. സത്യമോളുടെ അമ്മയെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ട് വരാൻ നിൽക്കുക രോഹിത്ത്.